ഒരു മാറ്റമില്ലല്ലോ ഇവന്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? മതിയടാ, നിന്റെ ഈ ഡയലോഗ് ഒന്ന് ഇവിടെ. ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? എന്നെ കൊണ്ട് തോറ്റു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നോക്കിയോ, എല്ലാവരും ഞാൻ ഞെട്ടിക്കും. എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. എങ്ങനെ? എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക, കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ടാ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. കണ്ടറിയണം നിനക്കെന്താ സംഭവിക്കാതെ. ഇനി നടക്കപ്പോറത് യുദ്ധം.